Hello children, let us continue with our polynomial lesson. Okay, 2.1 we already finished. It was quite a simple exercise. In 2.2 ചെയ്യണമെങ്കിൽ കുറച്ച് basic fundamentals we have to know. Okay, so in this video we'll be talking about that. So let us begin with a linear equation. അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് ലീനിയർ ആണ്, ക്വാഡ്രാറ്റിക് ഉണ്ടാവും, പിന്നെ ക്യൂബിക് ഉണ്ടാവും, അങ്ങനെയൊക്കെ പഠിച്ചു. അപ്പോൾ ജസ്റ്റ് ക്വിക്ക് റിവിഷൻ, ലീനിയർ എന്തായിരിക്കും? വേരിയബിളിൻ്റെ പവർ വിൽ ബി 1. ദാറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. സോ ലെറ്റ് us ടേക്ക് ദിസ് എക്സാമ്പിൾ ഓഫ് എ ലീനിയർ ഇക്വേഷൻ വെർ ax+b is equal to 0. അപ്പോൾ ലീനിയർ ഇക്വേഷൻ്റെ പവർ 1 ആണെങ്കിൽ അതിൻ്റെ 1 റൂട്ട് ആവും. അറ്റ് ദ മോസ്റ്റ് 1 റൂട്ട് വിൽ ബി ദെയർ. റൂട്ട് പറഞ്ഞ ഉദ്ദേശം എന്താണ്? 1 സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻ ഓഫ് എൻ ഇക്വേഷൻ, റൂട്ട് ഓഫ് എൻ ഇക്വേഷൻ. ഇനിയൊരു പുതിയ വേർഡാണ് സീറോ ഓഫ് എൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ്റെ സീറോ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് യു ഇക്വേറ്റ് ഇറ്റ് വിത്ത് സീറോ. ax+b is equal to 0. പിന്നെ you just find the value of x. x will be what? b will go to that side, it will become minus b, and a will come down and it will become a. The denominator will become a. So you have the relation, the zero of the polynomial is equal to minus b by a. ഇത് നമ്മൾ ആസ് എ ഫോർമുല ഒന്നും ഓർമ്മ വയ്ക്കുന്ന ആവശ്യമില്ല. വി ക്യാൻ ജസ്റ്റ് ഈസിലി സോൾവ് ഇറ്റ്. ഒരു ലീനിയർ ഇക്വേഷനെ സോൾവ് ആക്കാനൊക്കെ എളുപ്പമാണ്. ബട്ട് ദെൻ വി സ്റ്റാർട്ടഡ് അഗെയിൻ വിത്ത് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലാസ്റ്റ് ഇയർ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണ്? സോ ദിസ് ഈസ് എ ബേസിക് ഫോർമാറ്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. യു റൈറ്റ് ax² + bx + c is equal to 0. ഈ എക്സ് വന്ന് വേരിയബിൾ ആണ്. ആ സ്ഥലത്ത് എന്ത് ആൽഫബറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ AP², അല്ലെങ്കിൽ AT², AU². പക്ഷേ ആ വേരിയബിൾ തന്നെ ഒരു 1 വേരിയബിളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തും ആ സെയിം വേരിയബിൾ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വെൻ യുവർ എക്സ് ഇസ് ചേഞ്ച് വിത്ത് എ T or P or L or M. ഓക്കെ, അപ്പോൾ ഇത് ബൈ ഹാർട്ട് വേണം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു ഫോർമാറ്റാണ് ഇത്. ax² + bx + c is equal to 0. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഇക്വേഷൻ തന്നാലും അതിന് ഈ ഫോർമാറ്റിൽ എടുത്ത് എഴുതാൻ നിങ്ങൾക്ക് അറിയണം. പിന്നെ ആ ഫോർമാറ്റിൽ എഴുതിയതിൻ്റെ ശേഷം യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് a, b and c. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് എന്താ പഠിക്കുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ആൻഡ് ദ കോഎഫിഷ്യൻസ്, അതല്ല പഠിക്കുന്നത്. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് എന്താണെന്ന് ഫസ്റ്റ് അതറിഞ്ഞിരിക്കണ്ടേ? അപ്പോൾ ഒരു ഗിവൻ ഇക്വേഷന് യു ഷുഡ് നോ ഹൗ ടു പിക്ക് ഔട്ട് ദ കോഎഫിഷ്യൻസ്. ദാറ്റ്സ് എ ബേസിക് തിങ് യു നീഡ് ടു നോ. So let us do some examples and be sure that we know it. Consider this quadratic equation, simplest way to present. 3x² - 2x + 7. അപ്പോൾ അത് നമ്മളെ ബേസിക് സ്ട്രക്ചറിൻ്റെ പോലെ തന്നെ ഉണ്ട്. ഫസ്റ്റ് x²ൻ്റെ ടേം ഉണ്ട്, പിന്നെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട്, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്. എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്, പിന്നെ ഈക്വൽ ടു 0 ആണ്. സോ ഇറ്റ് ഈസ് ഈസി ഫ്രം ദിസ് x²ൻ്റെ ടേമിൻ്റെ കൂടെ ഉള്ളതാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് x². ദാറ്റ് വി കൺസിഡർ ആസ് a. അപ്പോൾ a is equal to 3. എക്സിൻ്റെ കൂടെ ഉള്ള ടേമാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ്. ദാറ്റ് വി കൺസിഡർ ആസ് b. അപ്പോൾ ഇൻ ദിസ് കേസ് b is equal to -2. ആ -2 എടുത്ത് എഴുതണേ. പിന്നെ c is what? the constant term. ഒരു എക്സ് ഇല്ലാത്ത ഒരു കോൺസ്റ്റൻറ്റ് ടേമാണ് c. അപ്പോൾ c അതും ശ്രദ്ധിക്കണം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നെ ഉണ്ടാവണം c. അപ്പോൾ ഇൻ ദിസ് കേസ് c is 7. Let us take the next example. -5x + 7 - 2x² is equal to 0. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടേ? ഇതിന് നമ്മളെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. നമ്മളെ ഫോർമാറ്റ് എന്താണ്? ax² + bx + c is equal to 0. അപ്പോൾ ഈ x²ൻ്റെ ടേം ഫസ്റ്റ് വരണം. അപ്പോൾ a എന്താണ്? -2 ആണ്. b എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് b. സോ ഹിയർ ഇറ്റ് ഈസ് -5. b is -5. c is 7. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായോ ഇല്ലയെന്ന് നോക്കാൻ ഇങ്ങനത്തെ റീഅറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പെരുക്കെടുത്ത് എഴുതണം. a എന്താണ്, b എന്താണ്, c എന്താണ്, കറക്റ്റായിട്ട് പെരുക്കെടുത്ത് എഴുതണം. Now see this example. 5u - 3 is equal to 0. അപ്പോൾ ഇതും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റിലാക്കാനെങ്കിൽ ഇവിടെ u ആണ് വേരിയബിളായിട്ട് യൂസ് ചെയ്ത്. പക്ഷേ u² പറഞ്ഞിട്ടൊരു ടേം ഇവിടെ ഇല്ല. ദാറ്റ് മീൻസ് വാട്ട്? a 0 ആണ്. അതുകൊണ്ടാണ് ആ ടേം അവിടെ ഇല്ലാത്ത. 0 × u² വിൽ ബി 0, no? സോ ഈ ഇൻഫർമേഷൻ ഷുഡ് ബി ഇനഫ് ഫോർ യു ടു ഫൈൻഡ് a ദാറ്റ് ഈസ് ഈക്വൽ ടു 0. b എന്താണ്? b ഈസ് 5. യുൻ്റെ ടേം ആണ് b. ആൻഡ് കോൺസ്റ്റൻറ്റ് ടേം -3 ആണ്. അപ്പോൾ ടേക്ക് ഇറ്റ് ആസ് -3.
Need to see this example 7t square plus 2t is equal to 10. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താണ്? ഈ എ ആൻഡ് ബി ഈസി ആയിട്ട് കിട്ടും. ടി സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത് എ, ടീൻ്റെ കൂടെ ഉള്ളത് ബി. പക്ഷെ സി നോക്കൂ, റൈറ്റ് ഹാൻഡ് സൈഡിലാണ്. അപ്പോൾ അതിനെ ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അത് -10 ആവും. അപ്പോൾ കറക്റ്റ്ലി ഹാവ് ടു ടേക്ക് ഇറ്റ് ഡൗൺ. സി ഈസ് ഈക്വൽ ടു -10. Okay, let us see this example. That is your 11m square plus 3 is equal to 0. അപ്പോൾ ഇതിൽ m square into 11 is the coefficient a. പക്ഷെ m term ഇല്ല. That means b is 0. പിന്നെ c is what? 3. ഈ ഇക്വേഷനിലോ z square minus z is equal to 7. ഇവിടെ z square ഉണ്ട്. That means a is not equal to 0, no? z square ഉണ്ട്, പക്ഷെ അവിടെ അതിനൊരു കോഎഫിഷ്യൻറ്റ് കാണുന്നില്ല. ദാറ്റ് മീൻസ് ദ കോഎഫിഷ്യൻറ്റ് ഇസ് 1. ഓക്കെ, z സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ a 1 ആണ്. അതേപോലെ z-ൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. അവിടെ 0 ഇടരുത് കേട്ടോ. അവിടെ നിങ്ങൾക്ക് കോഎഫിഷ്യൻറ്റ് കാണില്ല എന്ന് വിചാരിച്ചിട്ട് 0 ഇടരുത്, 1 ആണ് ഇടേണ്ടത്. അപ്പോൾ b is -1, c is -7. -7 എന്തിനാ എടുത്തത്? c ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ്, അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ -7 ആവും. So this is how you have to find the coefficients. ഇനി ഇത് നിങ്ങൾക്ക് തൊറോ ആവണം കേട്ടോ. ഇതിലൊരു മിസ്റ്റേക്ക് വരരുത്. ഒരു സമ്മ് തന്നാൽ എ ബി സി കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. So I hope this is clear. I think I have taken most of the types of examples. If any example comes, this is how you have to put everything into the left hand side. പിന്നെ x square coefficient a, x ൻ്റെ coefficient b, constant term ആണ് c. അങ്ങനെ പെരുക്കെടുത്ത് എഴുതണം. Now coming back to our quadratic equation. Quadratic equationൻ്റെ ഫോമാറ്റ് എന്തായിരുന്നു? x square plus bx plus c. അപ്പോൾ ഇതിൽ എക്സ് സ്ക്വയറിൻ്റെ ടേം അല്ലേ എ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ ഏറ്റവും കൂടുതൽ പവർ ഉള്ളതാണ് ആ ഇക്വേഷൻ്റെ പേര്. അങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിൽ കം വെൻ ദർ ഇസ് മാക്സിമം പവർ ഓഫ് ദ വേരിയബിൾ ഇസ് 2. ക്യൂബിക് ഇക്വേഷൻ കംസ് വെൻ ദ മാക്സിമം പവർ ഇസ് 3. ഈ ഫസ്റ്റ് ഇക്വേഷൻ വന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഈ ഇക്വേഷൻ ഒരു ക്യൂബിക് ഇക്വേഷൻ ആണ്. ഇനിയൊരു കോൺസെപ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്യാൻ ഹാവ് അറ്റ് ദ മോസ്റ്റ് 2 zeros. 1 ആവാം 0 ആവാം, പക്ഷെ നോട്ട് മോർ ദാൻ 2 because its degree is 2. അപ്പോൾ at the most 2 zeros it will have. Zeros means what? 2 roots എന്നും പറയാം, 2 solutions എന്നും പറയാം. ഓക്കെ, അതേപോലെ ഒരു ക്യൂബിക് ഇക്വേഷൻ വിൽ ഹാവ് അറ്റ് ദ മോസ്റ്റ് 3 zeros. ഇത് മനസ്സിൽ വേണം. ഓക്കെ, ബാക്ക് ഓഫ് ദ മൈൻഡ് ദിസ് ഷുഡ് ബി ദെയർ വിത്ത് യു. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ 2ൻ്റെ കൂടുതൽ അതിന് റൂട്ട്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതേപോലെ ഒരു ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ 3ൻ്റെ മുകളിൽ അതിന് റൂട്ട്സ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, ഇനി ഈ റൂട്ട്സിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ആൽഫ ബീറ്റ. ഓക്കെ, ഇപ്പോൾ 2 റൂട്ട്സ് ആണെങ്കിൽ ഒരു റൂട്ടിന് പറയാം ആൽഫ, ഒരു റൂട്ടിന് പറയാം ബീറ്റ. എനി റൂട്ട് യു ക്യാൻ കൺസിഡർ. ഓക്കെ, 1 റൂട്ട് ഇസ് ആൽഫ, 1 റൂട്ട് ഇസ് ബീറ്റ. അതേമാതിരി 3 റൂട്ട്സ് ഉണ്ടാകുമ്പം യു ഇൻട്രൊഡ്യൂസ് ദ ടേം ഗാമ. 3നെ റിപ്രസെൻറ്റ് ചെയ്യാൻ ആൽഫ ബീറ്റ ഗാമ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കോഎഫിഷ്യൻസ് പെരുക്കിയെടുക്കാൻ പഠിച്ചു, ആൽഫ ബീറ്റ റൂട്ട്സ് ആണെന്ന് പഠിച്ചു. ഇനി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൂടെ നമുക്കത് പഠിക്കാം. അപ്പോൾ നമ്മൾ എടുത്ത ഇക്വേഷൻ എന്താണ്? 2x² - 8x + 6. അപ്പോൾ ഇതിലെന്താ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്? ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ആക്കുകയാണ്. അപ്പോൾ 2x 8 and 6 വന്ന് 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ യു ക്യാൻ ടേക്ക് 2 കോമൺ ഔട്ട്. ഓക്കെ, ദെൻ യു ഗെറ്റ് x² - 4x + 3 യു വിൽ ഗെറ്റ്. അപ്പോൾ ദിസ് ഈസ് എക്സ്പെക്റ്റഡ്. ലാസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ച സംഭവമാണ്. അപ്പോൾ ഈ ഫാക്ടറൈസേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇതൊരു മിഡിൽ ടേം ബ്രേക്കിൻ്റെ കേസാണ്. അപ്പോൾ ഹിയർ യു ഹാവ് ടു ബ്രേക്ക് ഡൗൺ 3നെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. സോ ദാറ്റ് യു ഗെറ്റ് 2 പ്രോഡക്റ്റ്. വെൻ യു മൾട്ടിപ്ലൈ ദ 2 യു ഗെറ്റ് 3 ആൻഡ് വെൻ യു ആഡ് ദ 2 യു ഗെറ്റ് -4. So now you have to decide what terms you will use. അപ്പോൾ 3നെ ബ്രേക്ക് ചെയ്യാൻ യു ക്യാൻ യൂസ് -3 and -1. അല്ലേ, 3 into 1 will give you 3 and this -3 - 1 will give you -4. So that is what you are getting here. x² - 3x - x + 3. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കുറേ ചെയ്ത് പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? എക്സിന് യു ആർ ടേക്കിംഗ് ഔട്ട് കോമൺ. So you will have x - 3 here. -1 you are taking out common. So you have x - 3.
ഇവിടെ നോക്കൂ -x+3 കോമൺ എടുക്കാനൊന്നുമില്ല. അപ്പോൾ വി ജസ്റ്റ് ടേക്ക് -1 ഔട്ട്. അപ്പോൾ -1 ഔട്ട് എടുത്തതുകൊണ്ട് ഈ എക്സിന് വെൻ യു ഓപ്പൺ ദ ബ്രാക്കറ്റ് യു വിൽ ഹാവ് -x. ഈ -1 × -3 വിൽ ഗിവ് +3. അതുകൊണ്ടാണ് ഈ -1 അവിടെ കോമൺ എടുക്കുന്നത്. 1 എടുക്കാതെ -1 എടുക്കാൻ കാരണം അതാണ്. സോ ദാറ്റ് ദിസ് x-3 അഗെയിൻ യു ക്യാൻ ടേക്ക് ഔട്ട് കോമൺ. സോ യു വിൽ ഹാവ് x-3 × x-1 ആസ് ദ ഫാക്ടർ. ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തല്ലോ. ഇനി ലെറ്റ് us see how to find out the value of x. But these are the factors that we got. We are equating it with 0 to find out the value of x. So x, one case will be what? You consider x -1. Rest and all is going as the denominator. That will be the one case how you solve it. You will get x is equal to 1. In second case, let us consider x -3 be there and let everything else go to the denominator. So you will have x is equal to 3 as the root of that equation. Okay, so there are two roots that you get for the equation, that alpha is equal to 1, beta is equal to 3. These are the two roots you got. ഓക്കെ, ഈ 2 റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഇഫ് യു ഗെറ്റ് that is 2x² - 8x + 6, you found out the two roots alpha is equal to 1, beta is equal to 3. Now if you do alpha plus beta, what you are getting? 1 + 3, that is 4 you will get. അതേ സമയം if you are doing -b/a, ഇപ്പോൾ ഈ ഇക്വേഷനിൽ മൈനസ് you have to put b is what? -8. So you minus into -8 upon a, when you put it is divided by 2. So finally you will get 4. So this is a relationship you are getting. Alpha plus beta is equal to -b upon a. ഒരു ഇക്വേഷനിൽ റൂട്ട്സ് കണ്ടെത്തിയിട്ട് ആ റൂട്ടിൻ്റെ ആൽഫവും ബീറ്റവും if you add that root, if you add, it is seen that it is equal to -b/a. അപ്പോൾ ബി എന്താണ്? കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ആണ്. എ എന്താണ്? കോഎഫിഷ്യൻറ്റ് ഓഫ് x² ആണ്. Okay, so this is a general formula that you will get, that is alpha plus beta is equal to -b upon a. അപ്പോൾ ഇത് ശരിക്കും അവർ കുറേ ഫോർമുലാസ് അങ്ങനെ സോൾവ് ചെയ്തിട്ട് കിട്ടിയ ഒരു റിലേഷനാണ്. സോ വി ആർ ടേക്കിംഗ് ഇറ്റ്, ആക്സെപ്റ്റിംഗ് ഇറ്റ് ആസ് എ ജനറൽ റിലേഷൻ. ഓക്കെ, this we follow as a rule. What is it? If there is two roots of a quadratic equation, that is alpha and beta, then alpha plus beta is equal to -b upon a. One more rule that you get is alpha into beta. Now let us see here, in this case alpha into beta in the 1 into 3, that is 3 you are getting. ഇപ്പം ഈ ഇക്വേഷനിൽ തന്നെ if you do c/a, constant term upon coefficient of x², if you do, what you are getting? 6/2 is equal to 3. So alpha into beta is equal to c/a. This is again one more relationship that you are getting. അപ്പോൾ ഇതും കുറേ ചെയ്തിട്ട് അവർ made it into a law now. It is obvious that if there is a quadratic equation, the roots in the product will be equal to constant term upon coefficient of x². അപ്പോൾ this you have to take down as a rule and by heart. Okay, do the further sums. This you have to by heart as a rule. That is alpha plus beta is equal to -b/a and alpha into beta is equal to c/a. ഓക്കെ, ഇത് ബൈ ഹാർട്ട് തന്നെ വേണം. ഇപ്പോൾ ഇത് എളുപ്പമാണല്ലോ. ആൽഫ ബീറ്റ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. റൂട്ട്സ് കണ്ടുപിടിച്ചാൽ ദാറ്റ് ഈസ് ആൽഫ ആൻഡ് ബീറ്റ. ബി എ സി ഒക്കെ നമുക്കറിയാം എങ്ങനെ എടുക്കണം എന്ന്. ദെൻ ദ എക്സസൈസ് ബിക്കം സോ സിമ്പിൾ, നോ? ഓക്കെ, ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇനിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ബീൻ്റെ ഒരു വാല്യൂ കാണാമല്ലോ. ബി ഈസ് വാട്ട്? -a ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. സി എന്താണ്? a ഇൻറ്റു ആൽഫ ഇൻറ്റു ബീറ്റ. അപ്പോൾ എ ലെറ്റ് ഇറ്റ് ബി കെ. ലെറ്റ് യു ടേക്ക് എ ആസ് കെ. കെ എന്തിനാണ് എടുക്കുന്നത്? എനി റിയൽ നമ്പർ. ഓക്കെ, എനി റിയൽ നമ്പർ യു ആർ കൺസിഡറിങ് ഫോർ എ. So now if you take it as k, it can be 1, 2, 3, anything it can be. ഇപ്പോൾ നിങ്ങളൊരു പോളിനോമിയൽ എഴുതാൻ നോക്കുകയാണെങ്കിൽ ഹൗ ക്യാൻ യു റൈറ്റ്? എൻ്റെ സ്ഥലത്ത് കെ എഴുതാം. സോ kx² മൈനസ് ആണ്. ബീൻ്റെ സ്ഥലത്ത് -b ഇൻറ്റു എക്സ്. അപ്പോൾ ബീൻ്റെ സ്ഥലത്ത് എന്താ? -k ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് സീൻ്റെ സ്ഥലത്ത് യു ആർ റൈറ്റിംഗ് k ഇൻറ്റു ആൽഫ ഇൻറ്റു ബീറ്റ. ഹോപ്പ് ഐ എം നോട്ട് കൺഫ്യൂസിങ്. ഇത് ഞങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുള്ള കാരണം എന്താ അറിയോ? ചില സംസിൽ അവർ പറയും the sum of the root is 3 and the product of the root is
5 അങ്ങനെ പറയും. അപ്പോൾ ഫൈൻഡ് ദ പോളിനോമിയൽ എന്നും പറയും. അപ്പോൾ നമ്മളത് കണ്ട് പേടിക്കരുത്, എത്ര എളുപ്പമാണ്. സം ഓഫ് ദ റൂട്ട് മീൻസ് അവർ ഇതാ തന്നിരിക്കുന്ന ഈ സ്ഥലത്ത് 3 എഴുതണം. പ്രൊഡക്റ്റ് ഓഫ് ദ റൂട്ട് മീൻസ് അവർ ഇതാ തന്നിരിക്കുന്ന ഈ സ്ഥലത്ത് 5 എഴുതണം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി? കെ എക്സ് സ്ക്വയർ മൈനസ് കെ 3k പ്ലസ് 5k അതല്ലേ. അപ്പോൾ ഈ കെ കോമൺ ആണ്, അപ്പോൾ ഇറ്റ് ക്യാൻ ബി 1 ഓൾസോ. സോ ലെറ്റ് us കൺസിഡർ എ സിംപ്ലസ്റ്റ് ഇക്വേഷൻ വിൽ ബി എ ഈസ് 1. അപ്പോൾ അതിൻ്റെ മൾട്ടിപ്പിൾ എന്ത് കൊടുത്താലും സെയിം ഇക്വേഷൻ യു വിൽ ഗെറ്റ്. അപ്പോൾ എത്ര എളുപ്പത്തിൽ നമ്മൾ ഇക്വേഷൻ റെഡിയായി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 3k പ്ലസ് 5 അല്ലേ. കെന് 1 എടുക്കുകയാണെങ്കിൽ ദ ഇക്വേഷൻ ബിക്കം സോ സിമ്പിൾ. അപ്പോൾ ഇങ്ങനത്തെ സം വരുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഈസി, where they are giving the sum of the roots and product of the roots and you have to write the polynomial. അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ this also you by heart. ഓക്കെ, ഒരു പോളിനോമിയലിൻ്റെ ഒരു ഫോർമുല ആണ് ഇത്, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഫോർമുല ആണ്. ദാറ്റ് ഈസ് കെ എക്സ് സ്ക്വയർ മൈനസ് കെ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് കെ ഇൻറ്റു ആൽഫ ബീറ്റ. ഈ കെ വന്ന് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 1. സോ ഫൈനലി യു ക്യാൻ റൈറ്റ് ഹൗ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട് ഇൻറ്റു എക്സ് plus product of the root into 1, that is product of the root. Appo this will give you the basic quadratic equation. So these are the relationship, and if you know this relationship, now this exercise 2.2 is going to be like butter. So simple it is going to become. Okay, idil innor concept that you have to know is about cubic polynomials. Cubic polynomials in the case nokanengil, see how they look. ax cube plus bx square plus cx plus d is equal to 0. അപ്പോൾ ഇവർക്ക് 3 zeros ആണ് പോസിബിൾ, മീൻസ് ദർ ക്യാൻ ബി 3 സൊല്യൂഷൻസ്. അപ്പോൾ യു ഇൻട്രൊഡ്യൂസ് ദ ടേം ഗാമ, ആൽഫ ബീറ്റ ഗാമ. അപ്പോൾ ഇവരുടെ കുറേ സമ്മൊക്കെ ചെയ്തിട്ട് ലാസ്റ്റിൽ കണ്ടെത്തിയ റിലേഷൻഷിപ്പ് എന്താണ്? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. മൈനസ് ബി എന്താ? കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് സ്ക്വയർ. എ എന്താ? കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ക്യൂബ്. ഓക്കെ, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ എല്ലാത്തിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താണ്? സി ബൈ എ. സി എന്താണ്? കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ്. എ എന്താണ്? കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ക്യൂബ്. അതേപോലെ ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ എ, വെർ മൈനസ് ഡി ഇസ് ദ കോൺസ്റ്റൻറ്റ് ടേം ആൻഡ് എ ഇസ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് ക്യൂബ്. Just keep this back in your mind. Maybe it will come for 1 or 2 mark question. ഇതിനെ വെച്ചിട്ട് ഒരു പ്രോബ്ലം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സാമ്പിൾ 5. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ജസ്റ്റ് ഗോ ത്രൂ ദ എക്സാമ്പിൾ. ഐ എം ഷുവർ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ജസ്റ്റ് റിമെമ്പർ ദിസ്. Okay, if cubic polynomial is there, then alpha plus beta plus gamma is equal to minus b by a, and alpha beta plus beta gamma plus gamma alpha is equal to c by a, and alpha into beta into gamma is equal to minus d by a. Okay children, I hope your basic is clear now and you're ready to do your exercise 2.2. That we'll do in the next video. Okay, bye.